താൻ എന്ത് കാണിക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇങ്ങോട്ട് വാ. ഏയ്, പറയുന്ന കേക്ക്. താൻ എന്ത് പ്രാർത്ഥന കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. എടോ, താൻ എന്ത് പണിയെ കാണിച്ചേ? താനെന്തിനാ കടലിലേക്ക് ഇറങ്ങിപ്പോയേ? എടോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? താനെന്തിനാ കടലിലേക്ക് ഇറങ്ങിപ്പോയെന്ന്? ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് മര്യാദയ്ക്ക് ചാകാനും സമ്മതിക്കില്ലേ? താനെന്ത് വിവരക്കേടാ കാണിക്കാൻ പോയത്? കണ്ടിട്ടൊരു കുഴപ്പമില്ലല്ലോ, കാണാനും ചന്തമുണ്ട്. എന്തിനാണ് വെറുതെ സ്രാവുകൾക്കും മീനുകൾക്കും തീറ്റയാവുന്നേ? താൻ എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞത്. മൂന്നാം പക്ക ഏതെങ്കിലും കരയിലടിയുമ്പോ മീനും സ്രാവും എല്ലാം കൊത്തി വലിച്ച് ഈ ബോഡിയാക്കെ നാശകോശമാവും. കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? താൻ തന്നെ പണി നോക്കി പോയേ. താൻ സത്യം പറ, എന്താ പ്രശ്നം? ഞാൻ എനിക്ക് തോന്നുന്ന പോലെ എന്താ ഇവിടെ ഒരു ബഹളം? സാറേ, ഈ കുട്ടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനാ രക്ഷിച്ച് കരയിൽ കയറ്റിയെ. എന്നിട്ട് ഇതേ കുറ്റം മുഴുവൻ ഇപ്പൊ എന്റെ പുറത്താ. ഇയാള് പറഞ്ഞത് ശരിയാണോ? ചോദിച്ചിട്ടില്ലേ, ശരിയാണോ? ശരിയാണോന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി എന്തിനാ ഈ നേരത്തെ തനിച്ചു വിടാൻ നിൽക്കുന്നേ? സാറ് ചോദിക്കണം സാർ. താൻ ആത്മഹത്യ ചെയ്യാനാണോ ഇവിടെ വന്നേ? എന്താ നിന്റെ പേര്? അഞ്ജിത. എവിടെ നിന്റെ വീട്? വെൺപാലവട്ടത്തിനടുത്താ. ഇയാള്? ഇവിടെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. അർഹതയില്ലാത്ത കല്യാണം നടത്താൻ വേണ്ടി കള്ളത്തരം കാണിച്ചോണ്ടല്ലേ അത് മുടങ്ങിപ്പോയത്. അതിന് നീ അമ്മയാ കാരണക്കാര്. നാണക്കേട് സ്വയം വരുത്തി വെച്ചിട്ട് അതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം. നീ ഞങ്ങളെ വെറുതെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞല്ലോ അഞ്ജിതേ. നാട് മുഴുവൻ ഇവിടെ അന്വേഷിച്ച് നടന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുക്കിയത് ഞാനും ദേവികയുവാ. മോളെ, ഒരു വിവാഹം മുടങ്ങിപ്പോയെന്ന് കരുതി നിന്റെ ജീവിതത്തോടെ അവസാനിക്കുകയാണോ? അല്ലല്ലോ. അത് ചിന്തിക്കണ്ടേ? ഒരു വിവാഹം മുടങ്ങിപ്പോയാ അതിനേക്കാൾ വലിയൊരു ബന്ധം ഇനിയും വരുമെന്ന ആത്മവിശ്വാസം നീ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അബദ്ധം കാണിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയല്ല വേണ്ടത്. ഇതിപ്പോ കൂനുമേൽ കുരുവെന്ന പോലെ നാണക്കേടിന്റെ പുറത്ത് നാണക്കേടായി. വേണ്ട വേണ്ട, എല്ലാരും നിർത്ത്. അവളാകെ മനസ്സ് തകർന്നു നിൽക്കുക. അതിനിടയ്ക്ക് എല്ലാവരും അവളെ ചീത്ത പറഞ്ഞാലോ? ഇനി ആരും അവളെ കുറ്റപ്പെടുത്തണ്ട. അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ. മോളെ, നീ അകത്ത് ചെല്ല്. നിങ്ങളല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്? ഇനി അവൾക്ക് വളം വെച്ച് കൊടുക്ക. ഇനി ചാകണോന്ന് പറഞ്ഞ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അന്വേഷിച്ച് പോകാൻ എന്നെ വിളിക്കരുത്, കേട്ടല്ലോ?
ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ദേ ഇത് കഴിക്കേ. എനിക്ക് ആരുടെ ഒരു സിമ്പതിയും വേണ്ട, കൊണ്ടുപോ. മോളെ നീ ഫുഡ് കഴിക്കേ. കൊണ്ടുപോവാനല്ലേ പറഞ്ഞ, കൊണ്ടുപോ. അഞ്ചതേ അന്നം ദൈവമാണ്, അത് തട്ടിയെറിഞ്ഞത് മഹാപാപവും. എന്നോടും ഗോപിയോടുള്ള ദേഷ്യം നീ ആഹാരത്തിനോട് കാണിക്കണ്ട.